അത് ഒരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ബബിത ചോദിക്കുന്നുണ്ട്, അമ്മ ഹോസ്പിറ്റലിൽ പോയിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ഒരു പുച്ഛഭാവത്തോട് കൂടി തന്നെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോവാൻ എനിക്ക് അസുഖമൊന്നുമില്ല, പിന്നെ ഞാൻ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മക്ക് അസുഖമൊക്കെ ഉണ്ട്, പക്ഷേ അത് ചികിത്സിച്ചാൽ മാറുന്ന അസുഖമൊന്നുമില്ലെന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ്. അന്നേരം വൈജി ചോദിക്കുന്നുണ്ട്, എടി എനിക്ക് എന്ത് അസുഖമാണ് ഉള്ളത്, എനിക്കൊരു കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോവാത്തതും. അന്നേരം കൃഷ്ണമോള് പറഞ്ഞിട്ട്, അതെ അമ്മക്ക് മനസ്സില്ല, അതുകൊണ്ട് തന്നെയാണ് അമ്മ പോവാത്തതെന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നതിന്, മോളെ നീ ഇന്ന് എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് കൃഷ്ണമോള് പറഞ്ഞിട്ട്, ഞാൻ ആ കാര്യം അച്ഛനോട് ചോദിക്കാൻ നിൽക്കുമായിരുന്നു, ഞാനും കൂടെ അച്ഛൻ്റെ കൂടെ വന്നോട്ടെ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, വരുമ്പോൾ വെറുതെ അങ്ങ് വന്നാൽ പോരാ, നിനക്ക് ഇടാനുള്ള യൂണിഫോം, പഠിക്കാനുള്ള പുസ്തകം അതെല്ലാം എടുത്തോളാം, നാളെ നീ അവിടെ നിന്ന് നേരെ സ്കൂളിലേക്കായിരിക്കും പോകുന്നത്, അതുകൊണ്ട് അതൊക്കെ എടുത്തിട്ട് വേണം പോന്നോളാൻ എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഞാൻ ഏറ്റുവെച്ചാൽ ഞാൻ വന്നോളാം എന്നിങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റോടെ പറയാണ് കൃഷ്ണമോള്. ഇതെല്ലാം കേട്ടിട്ട് വൈജയന്തിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ദേഷ്യപ്പെട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, നിങ്ങൾക്ക് എന്താ നാണമില്ലേ, സ്വന്തം വീട്ടിലെ വേലക്കാരിക്ക് വേണ്ടിയിട്ട് എൻ്റെ മോളെ ഹോസ്പിറ്റലിൽ കൂട്ടിയിരുത്താനൊക്കെ, ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, നാണമില്ലേ ബാലചന്ദ്രൻ എന്നൊക്കെ ചോദിക്കാണ് വൈജ. അന്നേരം ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, ഇന്ന് അലീനക്ക് ബൈസ്റ്റാൻഡറായിട്ട് ഇവളെവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിൽക്കേണ്ടത് നിന്റെ ഭർത്താവായിട്ടുള്ള ഞാനാണ്, നിന്റെ ഭർത്താവിൻ്റെ വിലയെ പറ്റിയിട്ട് നിനക്ക് യാതൊരു വിഷമമില്ലാതെ എന്ന് ചോദിക്കാണ് ബാലചന്ദ്രൻ. അന്നേരം നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ദേഷ്യപ്പെട്ട് പറയട്ടെ വൈജയന്തി. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നത്, എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്, നിനക്കൊക്കെ എന്താ പ്രശ്നം, ഈഗോ ആണോ, കുശുമ്പാണോ, വൈരാഗ്യമാണോ, എന്താ നിന്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കും. അന്നേരം വൈജയന്തി പറഞ്ഞിട്ട്, നിങ്ങളൊരു കാര്യം ഓർക്കണം, കൈതക്കൽ മാളിക വീട്ടിലെ കൊച്ചുമകളാണ് കൃഷ്ണ, അവൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് വേലക്കാരിക്കൊന്നും കൂട്ടി നിർത്താൻ പറ്റില്ല എന്നിങ്ങനെ വൈജയന്തി പറയുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതേ കൈതക്കൽ മാളിക വീട്ടിലെ കൃഷ്ണമേനോൻ്റെ കൊച്ചുമകനാണ് ഇപ്പം അവിടെ കൂട്ടി നിൽക്കുന്നത്, അതിലെന്താ നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്ന സമയത്തിന് വൈജ പറയുന്നുണ്ട്, അവൻ അങ്ങനെ നാണോ മാനോ ഇല്ല എന്ന് വിചാരിച്ച് ഞാനത് അംഗീകരിച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, ഏതായാലും നിന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ, നീ ഏതായിട്ട് റെഡി ആയിട്ടിരിക്കണം കേട്ടോ, പോകാറാവുമ്പോൾ ഞാൻ പറയാം 5 മണിയാവുമ്പോഴേക്കും നീ റെഡിയായിരിക്കണം കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ ഓക്കെ അച്ഛാ ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ മോള് പറയുന്ന സമയത്തിന് വൈജ മോളോട് ചോദിക്കുന്നുണ്ട്, എടി അച്ഛൻ അങ്ങനെയൊക്കെ പറയും, നിനക്ക് നാണമില്ലേടി ഇങ്ങനെയൊക്കെ ചോദിക്കാനെന്നൊക്കെ ചോദിക്കും. ഓ എനിക്ക് അത്ര നാണമൊക്കെ മതി, അത്ര നാണം കെട്ടവളായിട്ട് ഇരിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം, മനുവേട്ടനും അച്ഛനൊക്കെയുള്ള അത്ര നാണം മതി എനിക്ക് എന്നൊക്കെ പറയായിരിക്കും കൃഷ്ണ. കൃഷ്ണയുടെ മറുപടി കേൾക്കുന്ന സമയത്തിന് വൈജയന്തിക്ക് ആകെ ദേഷ്യം വരും. ഏതായാലും ബബിതയും കൃഷ്ണയും അവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് പോകും. മക്കൾ അവിടെ നിന്നങ്ങ് പോയ സമയത്ത് ബാലചന്ദ്രനെ വളരെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ വൈജയന്തിയോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തിന് വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്ര മാത്രം ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ എൻ്റെ വീട്ടിൽ വന്നിട്ട് വൈജയെ കെട്ടിച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിടന്നിങ്ങനെ തൂങ്ങിയ സമയത്ത് അന്നൊന്നും ഇതൊന്നും തോന്നിയില്ലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, അത് ഞാൻ അന്ന് ചെയ്തതൊരു വാശിപ്പുറത്തായിരുന്നു, അന്ന് എൻ്റെ തലയിൽ ഒന്നുമില്ലായിരുന്നു, വെറും ക്ലേ മാത്രമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അന്നേരം ബാലചന്ദ്രനോട് എന്ത് പറയണമെന്നറിയാതെ ആകെ വിഷമിച്ച് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോകാട്ടോ വൈജയന്തി. എന്നിട്ട് റൂമിലേക്ക് ചെന്നതിന് ശേഷം വാതിലങ്ങ് കൊട്ടിയടക്കുന്നതോടുകൂടി തന്നെ ബാലചന്ദ്രനാകെ വിഷമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് അലീനയും മനു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്തിന് അങ്ങോട്ടേക്ക് ഇടിച്ച് അങ്ങ് കയറി വരാട്ടോ കൃഷ്ണമോള് അലീന ചേച്ചി എന്നൊക്കെ വിളിച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോളെന്താ ഇവിടെ, മോളെങ്ങനെയാണ് വന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് ഞാൻ അച്ഛൻ്റെ കൂടെയാണ് വന്നത് എന്ന് പറയും. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, അച്ഛൻ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്തിന് അച്ഛൻ പുറകെ വരുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് തന്നെ റൂം നമ്പർ ചോദിച്ചിട്ട് ഓടി കയറി ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറയും. കൃഷ്ണമോളാണെങ്കിൽ നേരെ ചെന്നിട്ട് അലീനയോട് മാത്രം ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം മനുവേട്ടാന്നൊക്കെ ഒരു മനുവിനെ വിളിക്കുന്ന സമയത്തിന് മനു പറയുന്നുണ്ട്, ഓ നീ എന്നോട് സംസാരിക്കൊന്നും വേണ്ട, ഞാൻ അത്ര വലിയ ആളൊന്നും അല്ലേ എന്നൊക്കെ പറയും. അന്നേരം അയ്യോ രാജകുമാരനെ ഞാൻ മൈൻഡ് ചെയ്യാം, ഒരു കത്രിക എടുത്തിട്ട് വയറിനെ കുത്തിയിട്ട് ഇവിടെ വന്ന് കിടക്കുകയെന്ന് പറയും. അന്നേരം മനു പറഞ്ഞിട്ട്, എൻ്റെ വയറിനങ്ങ് കുത്താൻ മാത്രമുള്ള കത്രികയൊന്നും മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ 2 ബാഗും തൂക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് അലീന ചോദിക്കുന്നുണ്ട്, അയ്യോ അതെൻ്റെ ബാഗല്ലേ എന്ന് ചോദിക്കും. അന്നേരം ബാലചന്ദ്രൻ, അതേന്നേ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചാടിയുണ്ടതിന് അവൾ ഇങ്ങോട്ടേക്ക് പോന്നു, അവൾ അതിനെ പറ്റിയിട്ടൊന്നും ഓർത്തില്ല, ഞാൻ ഇതെടുത്ത് ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു എന്നൊക്കെ പറയും. അന്നേരം മോള് പറഞ്ഞിട്ട്, അയ്യോ അച്ഛാ ഞാൻ അതിനെ പറ്റിയിട്ട് ഓർത്തില്ല എന്ന് പറയും. അന്നേരം അത് സാരമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇന്ന് ഏതായാലും അലീനക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ പോകുന്നത് ദേ ഇവളാണ് കേട്ടോ, മനു നിനക്ക് വേണമെങ്കിൽ വീട്ടിലേക്കൊന്ന് പോവാം, 2 ദിവസമായിട്ടില്ലേ നീ ഹോസ്പിറ്റലിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞു കൂടി നിന്നിട്ട്, നിനക്കൊന്ന് കുളിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്യണ്ടേന്നൊക്കെ ചോദിക്കും. അന്നേരം മനു ചോദിക്കുന്നുണ്ട് കൃഷ്ണമോളോട്, മോളെ നീ നന്നായിട്ട് നോക്കുമോ അതോ കിടന്നുറങ്ങുമോ എന്ന് ചോദിക്കും. അന്നേരം ഇല്ലെന്നേ, ഞാൻ രാത്രി മൊത്തം സംസാരിച്ചിരുന്നോളാം, ഞങ്ങൾ ഏതായാലും ഇന്ന് രാത്രി ഉറങ്ങാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയും. ബാലചന്ദ്രൻ അലീന അടുത്തിരുന്ന് ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറഞ്ഞിട്ട്, ഇപ്പോൾ എഴുന്നേറ്റിരിക്കാനൊക്കെ ശകലം ബുദ്ധിമുട്ടുണ്ട്, അത് മസിൽ വലിയുന്നതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറയും.
അന്നേരം ബാലചന്ദ്രൻ പറഞ്ഞിട്ട് സൂക്ഷിക്കണം കേട്ടോ, വയറ് വലിയുന്നതല്ലേ, ഉള്ളി നല്ല സ്റ്റിച്ചിട്ടേക്കുന്നതൊക്കെയല്ലേ, അതുകൊണ്ട് അത് പൊട്ടിപ്പോവാതെ നോക്കണം, സൂക്ഷിക്കണമെന്നൊക്കെ പറയും. എന്നിട്ട് ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ കൃഷ്ണമോൾ കാണും, കൃഷ്ണമോൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് മനുവിനോട് ചോദിക്കുന്നുണ്ട്. എടാ മനു, നമുക്ക് പോയാലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് മനു ഏതായാലും പോകാൻ റെഡി ആയിക്കൊണ്ട് തന്നെ ബാഗൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ട്, എടി ഇവിടെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, നീ ഇവിടെ നന്നായിട്ട് നോക്കിക്കൊള്ളണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മനു ആ സമയത്തിന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും വേണോ, ചായയോ അല്ലെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറയും, എനിക്കൊന്നും വേണ്ട സാറേ, എനിക്കൊന്നും വേണ്ട, എല്ലാം എനിക്ക് മനുവായിട്ട് വാങ്ങിച്ചു തന്നു എന്ന് പറയുന്ന സമയത്തിന് ബാലചന്ദ്രൻ്റെ അത്ഭുതമായിരിക്കും. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആഹാ മനു നിനക്കെല്ലാം വാങ്ങിച്ചു തന്നോ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അവനെ കണ്ടെടുത്തോളം അവനൊരു പിശുക്കനാണല്ലോ എന്നൊക്കെ പറയും. അന്നേരം മനു പറയുന്നൊരു ഹോസ്പിറ്റലിൽ അങ്ങളെ പിശുക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയും. ഏതായാലും കൃഷ്ണമോളോട് ഒന്നുകൂടെ പറയുന്നുണ്ട്, അലീനെ നന്നായിട്ട് നോക്കിക്കൊള്ളണം, വായ്ക്കൊന്ന് റെസ്റ്റ് കൊടുത്തോളണം എന്നൊക്കെ വീണ്ടും പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ അവരവിടെ നിന്നും പോകുന്നത്. അപ്പോൾ അലീന ചേച്ചിയൊക്കെ ഞാൻ നോക്കിക്കോളാം, ഒരു കാരണവശാലും ഒന്നും പേടിക്കണ്ട, റെസ്റ്റ് കൊടുത്തോളാമെന്നൊക്കെ പറയുന്നുണ്ട്. അവരവിടെ നിന്നങ്ങ് പോയതിനു ശേഷം കൃഷ്ണമോൾ ഇങ്ങനെ അലീനയുടെ അടുത്ത് സംസാരിക്കുകയാണ്. ഇന്ന് മൊത്തം ചേച്ചി എൻ്റെ കൺട്രോളിലാണ്. കൃഷ്ണമോൾ ഓടിപ്പോയിട്ട് ബാഗിൽ നിന്ന് ഒരു കവർ എടുത്ത് നേരെ അലീനക്ക് കൊടുക്കുന്ന സമയത്തിന് ഇതെന്താണെന്ന് ചോദിക്കുകയാണ് അലീന. അപ്പോൾ ഇത് ചോക്ലേറ്റ് ആണെന്ന് പറയുന്ന സമയത്തിന് ചോക്ലേറ്റോ, എന്താ മോളെ വിശേഷം എന്ന് ചോദിക്കും. അപ്പോൾ അലീന ചേച്ചിക്ക് ഇന്ന് കുത്ത് കിട്ടിയില്ലേ, അതിൻ്റെ സെലിബ്രേഷൻ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ആ ഒരു ചോക്ലേറ്റ് നേരെ കയ്യിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നീ കൊള്ളാലോടി എന്നൊക്കെ പറഞ്ഞ് ചോക്ലേറ്റ് ആദ്യമേ പൊട്ടിച്ചിട്ട് അതിൽ ആദ്യത്തെ പീസ് തന്നെ കൃഷ്ണമോളുടെ വായിലേക്ക് വെച്ച് കൊടുക്കും. എന്നിട്ട് വീണ്ടും ഒരു പീസ് എടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന സമയത്തിന് കൃഷ്ണമോൾ പറയുന്നുണ്ട്, വേണ്ട വേണ്ട, ഇത് ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് വാങ്ങിച്ചതാണ്. അങ്ങനെ അലീനയെ കൊണ്ട് തന്നെ കഴിപ്പിക്കാണ്. അതിനുശേഷം കൃഷ്ണമോൾ പറയുന്നുണ്ട്, വൈകിട്ടത്തേക്ക് ചേച്ചിക്ക് ഞാൻ ബിരിയാണി വാങ്ങിച്ച് തരാൻ കേട്ടോ എന്ന് പറയും. അപ്പോൾ ബിരിയാണിയോ, നീ ബിരിയാണി എവിടെ പോയിട്ട് വാങ്ങിക്കുമെന്ന് ചോദിക്കുന്ന സമയത്തിന് പെട്ടെന്ന് ഫോൺ എടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ദേ ഈ ഫോണുണ്ട്, ഈ വിരൽ തൂമ്പിലുണ്ട് എനിക്ക് എല്ലാതും, ഞാൻ ഈ ഫോൺ എടുത്തിട്ട് ബിരിയാണി ഓർഡർ ചെയ്യും, അവർ എനിക്ക് ഈ റൂമിൽ കൊണ്ടുവന്ന് തരികയും ചെയ്യും, നമുക്ക് ഇന്ന് ഏതായാലും അടിച്ചു പൊളിച്ച് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരിക്കട്ടോ കൃഷ്ണമോള്. പിന്നീട് കാണിക്കുന്നത് മനുവിനായിരിക്കും. മനു ഹോസ്പിറ്റലിൽ നിന്ന് നേരെ നല്ല കട്ടക്കലിപ്പിലായിരിക്കട്ടോ തിരിച്ച് വീട്ടിലേക്ക് കയറി വരുന്നത്. മനുവിനെ കാണുന്ന സമയത്തിന് കമല ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ മനു, നീ ഇങ്ങോട്ടേക്ക് വന്നോ, നീ വന്നിട്ട് 2 ദിവസമായി എന്നൊക്കെ അറിഞ്ഞു, ഇപ്പോഴാണോ നിനക്ക് ഇങ്ങോട്ടേക്ക് വരാനൊക്കെ തോന്നിയത്, എടാ നീ ആ ഹരിയെ കണ്ടുപിടിക്കും, നിനക്ക് നാണമില്ലടാ കണ്ടവൻ്റെ വീട്ടിലെ വേലക്കാരിക്ക് കൂട്ടിരിക്കാനൊക്കെ ആയിട്ട്, അവളുടെ കാല് തീരുമാനമൊക്കെ നിനക്ക് നാണമില്ലടാ, നീ വെറുതെ മാനക്കേടുണ്ടാക്കി വെക്കുമെന്നൊക്കെ പറഞ്ഞ് കുറേയധികം വഴക്ക് പറയാണ് കമല. അന്നേരം അതൊന്നും ശ്രദ്ധിക്കാതെ ഹരി എവിടെയെന്ന് ഇങ്ങനെ ദേഷ്യത്തിൽ ചോദിക്കായിരിക്കട്ടോ മനു. ആ സമയത്തിന് വീണ്ടും കമല വീണ്ടും ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്തിന് അതൊന്നും ഗൗനിക്കാതെ വീണ്ടും ഒച്ചത്തിൽ ഹരി എവിടെയെന്ന് വീണ്ടും ചോദിക്കും. മനുവിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്തിന് കമലയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നും. എന്നിട്ട് അവൻ മുറിയിലുണ്ട് എന്ന് പറയും. അപ്പോഴേക്കും മനു ഒന്നും ഇടാതെ നേരെ അകത്തേക്ക് അങ്ങ് കയറി പോകുന്ന സമയത്തിന് കമല പുറകെ പോയി ചോദിക്കുന്നുണ്ട്, എടാ എന്താടാ പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് മനു ഒന്നും ഇടാതെ നേരെ ഹരിയുടെ ഉന്നം വെച്ചിട്ട് അങ്ങോട്ടേക്ക് ഓടി ചെല്ലാണ്. ഹരിയുടെ വാതിൽ മുട്ടുന്ന സമയത്തിന് ഹരി പെട്ടെന്ന് അങ്ങ് ഡോറ് തുറക്കും. എന്നിട്ട് മനുവിനെ കാണുന്ന സമയത്തിന് ഹരി ഒന്ന് പതറുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ ഇങ്ങോട്ടേക്ക് പോന്നിരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴേക്കും മനു ഒന്നും മിണ്ടാതെ ഒന്ന് രൂക്ഷമായി നോക്കിയതിന് ശേഷം അകത്തേക്ക് അങ്ങ് കയറും. എന്നിട്ട് പെട്ടെന്ന് തന്നെ മനു അകത്ത് നിന്ന് വാതിലങ്ങ് ലോക്ക് ചെയ്യുന്ന സമയത്തിന് ഹരി ഒന്ന് പേടിച്ചിട്ട്, എന്താ മനുവേട്ട, എന്താ കാര്യമെന്ന് ചോദിക്കാണ്. മനു ഒന്നും മിണ്ടാതെ നിർത്തിയിട്ട് അങ്ങനെ അടിക്കാൻ തുടങ്ങട്ടോ ഹരീനെ. ആദ്യമൊക്കെ ഇങ്ങനെ എതിർത്തിട്ട്, എന്താ നിങ്ങൾക്ക് പറ്റിയത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ തല്ലുന്നതെന്നൊക്കെ ഇങ്ങനെ നിർത്താതെ ചോദിക്കുന്നുണ്ട്. അപ്പം മനു ഒന്നും മിണ്ടാതെ നിർത്താതെ വീണ്ടും ഹരി ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ശബ്ദം ഈ ഒരു സൗണ്ട് എല്ലാം കേട്ടുകൊണ്ട് തന്നെ കമല താഴെ നിന്ന് ഓടി വരുന്നുണ്ട്. എടാ മനു, നീ എന്താ അവനെ ചെയ്യുന്നത്, എടാ അങ്ങനെ തല്ലല്ലേടാ, ഒന്ന് വാതിൽ തുറക്കുക എന്നൊക്കെ പറഞ്ഞ് കമല ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോൾ മനുവിന് ഒന്നിനും ഒരു മറുപടിയില്ല. അടിച്ച് നല്ലോണം അങ്ങനെ അടിച്ചൊരു പരുവമാക്കിയിട്ടുണ്ടാവും. അപ്പോഴേക്കും ഹരി പറയുന്നുണ്ട്, അയ്യോ പ്ലീസ് മനുവേട്ടാ, എന്നെ തല്ലല്ലേ, ഇനിയും തച്ചാൽ ഞാൻ ചത്തുപോകുമെന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. കുറേ അധികം തല്ലിയിട്ട് ആകെ ഇങ്ങനെ അവശനായതിന് ശേഷം മനു ഇങ്ങനെ ഹരിയെ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, എടാ ഞാൻ എന്തിനാ നിന്നെ തല്ലിയതെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും സോറി മനുവേട്ടാ സോറി എന്നിങ്ങനെ പറയുന്ന സമയത്തിന്, എന്തിനാടാ ഞാൻ നിന്നെ അടിച്ചത്, നിനക്കറിയാവൂടാന്ന് ഞാൻ ചോദിച്ചത് എന്ന് വീണ്ടും ചോദിക്കാണ് മനു. നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഇനിയും ഞാൻ നിന്നെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുമെന്നൊക്കെ പറയാണ്. ആ സമയത്തിന് ഹരി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി മനുവേട്ടാ എന്നിങ്ങനെ അവശതയോടുകൂടെ പറയാണ് ഹരി. അത്രയും പറഞ്ഞതിന് ശേഷം മനു നേരെ പോയിട്ട് വാതിൽ തുറക്കാണ്. കമല അവിടെ കാണട്ടോ. ആകെ ഇങ്ങനെ അവശ നിലയിൽ കാണുന്ന ഹരിയെ കാണുന്ന സമയത്തിന് കമലക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം വരും. മനുവിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്, എൻ്റെ കൊച്ചിനെ നീ തച്ചൊരു പരുവാക്കിയോ, നീ എന്തൊരു ദുഷ്ടനാണെന്നൊക്കെ ചോദിക്കുകയാണ് കമല. എന്നാൽ അതിനൊന്നും മറുപടി പറയാതെ മനു ഇങ്ങനെ ഹരിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് നിന്നെ തല്ലിയതെന്ന് നിനക്ക് മനസ്സിലായല്ലോ, എങ്കിൽ അതെന്തിനാണെന്ന് പറയാൻ പറയൂ. എന്നാൽ കമലയുടെ മുന്നിൽ വെച്ച് അത് പറയാൻ വേണ്ടിയിട്ട് ആകെ ഇങ്ങനെ മടിച്ച് നിൽക്കുമായിരിക്കും ഹരി. അന്നേരം മനു പറഞ്ഞിട്ട്, നിന്നോട് മര്യാദക്ക് പറയാനാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ പിന്നെ വീണ്ടും ഞാൻ നിന്നെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭീഷണിപ്പെടുത്തും. ഹരി പറഞ്ഞിട്ട്, എല്ലാം ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം സംഭവം പറയാണ്. ഇന്നലെ ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് രോഹിതിൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിരുന്നു.
എന്നിട്ട് ബാക്കി പറ എന്ന് പറയുന്ന സമയത്തിന് കമലക്കാകെ വല്ലാതാവുന്നുണ്ട് കേട്ടോ. ആ സമയത്തിന് ഹരി പറയുന്നുണ്ട്, എന്നിട്ട് അലീനെ ഞങ്ങളുടെ റൂമിലേക്ക്, രോഹിത്തിൻ്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് നാരങ്ങ ജ്യൂസിൽ മയക്കുമരുന്നിട്ട് കൊടുത്തു. എന്നിട്ട് നീ എന്താണ് ചെയ്തതെന്ന് ഇങ്ങനെ മനു ചോദിക്കുന്ന സമയത്തിന് ഹരി പറയുന്നുണ്ട്, എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അവളെ കയറി പിടിച്ചു. എന്നിട്ട് നീ എന്തിനാണ് പിടിച്ചതെന്ന് പറയുന്ന സമയത്തിന് ഹരി വീണ്ടും അതിങ്ങനെ പറയാൻ മടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയടാ, പറഞ്ഞില്ലെങ്കിൽ ഇനി ഞാൻ നിന്നെ തല്ലുമെന്ന് പറയുന്ന സമയത്തിന് പേടിച്ച് വിറച്ചുകൊണ്ടതിന് ഹരി പറയുന്നുണ്ട്, അത് പിന്നെ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. ഹരിയുടെ വായിൽ നിന്ന് ആ ഒരു വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ആകെ ഇങ്ങനെ തൊലി ഉരിഞ്ഞതുപോലെ നിൽക്കുമായിരിക്കട്ടെ കമലം. മനു പറയുന്നിട്ട് പറയടാ, ബാക്കിയും കൂടെ പറ എന്നിങ്ങനെ നിർബന്ധിക്കുന്ന സമയത്തിന് ഹരി പറയുന്നിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അവളെ റേപ്പ് ചെയ്യുന്ന സമയത്ത് അവൾക്ക് മറ്റു നിവൃത്തിയില്ലാത്ത അവൾ തന്നെ കത്രിക എടുത്തിട്ട് വയറ്റിലേക്ക് കുത്തുമായിരുന്നു എന്ന് പറയും. എന്നാൽ ഹരി പറഞ്ഞത് കേട്ടിട്ട് ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ നാണം കെട്ടിങ്ങനെ നാറി തല താഴ്ത്തി നിൽക്കുമായിരിക്കും കമല. അപ്പോൾ മനു ചോദിക്കുന്നത്, അമ്മ എന്താ നേരത്തെ എന്നോട് പറഞ്ഞത് ഞാൻ ഹരിയെ കണ്ട് പഠിക്കണമെന്നോ? ഒരു പെറ്റ തള്ള മകൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ പറ്റുന്ന കാര്യമാണോ നിങ്ങളിപ്പോൾ കേട്ടത്? അല്ലെങ്കിലും നിങ്ങളിത് കേൾക്കണം. സ്വന്തം മകനെ വളർത്തി വഷളാക്കി ലാളിച്ച് വളർത്തി നിങ്ങളിത് കേൾക്കണം. അപ്പോഴേക്കും ഹരി ഇങ്ങനെ കമലയോട് പറഞ്ഞിട്ട്, കണ്ടില്ല അമ്മേ, എന്നെ തല്ലി ചതച്ച് ആകെ ഒരു പരുവമാക്കി മനുവേട്ടൻ എന്ന് പറയും. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, നീ എന്താണ് പറഞ്ഞത്? നീ ഇനി പരാതി പറയോ? ഇതെങ്ങാനും അലീനെ പോലീസുകാരോട് വിളിച്ചു പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഇരട്ടി പോലീസുകാർ നിന്നെ ചല്ലി ചതക്കുമായിരുന്നു. ഇതിൻ്റെ ഇരട്ടി അടി നിനക്ക് ലോക്കപ്പിൽ നിന്ന് കിട്ടിയേനെ. അതെ, ഇനിയും നീ ഒരു കാര്യം ഓർത്തോ, ഇനിയാണെങ്കിലും അവളൊരു പരാതി കറുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നീ 10 വർഷത്തേക്ക് അകത്താവും. അത് നീ ഓർത്തോളണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടും പിടിച്ച് കട്ടിലേക്ക് അങ്ങ് ഉന്തി വിട്ടുകൊണ്ടായിരിക്കട്ടെ മനു അവിടെ നിന്നങ്ങ് പോകുന്നത്. എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് താൻ ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ ചിന്തിച്ച് ആകെ നാണം കെട്ടി നാറി തല താഴ്ത്തിങ്ങനെ നിന്നു പോവാണ് കമല. പിന്നീട് അങ്ങനെ അലീനയും കൃഷ്ണമോളും തമ്മിൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അന്നത്തെ ആ ഒരു ദിവസം നല്ലൊരു വൈബായിരിക്കും. ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. കൃഷ്ണമോൾ അങ്ങനെ സ്കൂളിലേക്ക് പോയ സമയത്തിന് അലീന അവിടെ ഒറ്റക്കായിരിക്കും. ആ സമയത്തിന് രേവതിക്കുട്ടി അലീനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്താ സംഭവിച്ചത് ചേച്ചി എന്നിങ്ങനെ രേവതിക്കുട്ടി ചോദിക്കുന്ന സമയത്തിന് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഹരിയും രോഹിതും ചേർന്ന് തന്നെ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നും, എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അലീന ഇങ്ങനെ ഫോണിലൂടെ സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ടായിരിക്കും ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. അലീനയുടെ വായിൽ നിന്ന് ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ ബാലചന്ദ്രൻ ആകെ ഞെട്ടിത്തെറിച്ച് ഷോക്കായി നിൽക്കുന്ന സീനും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.